അനിഖിലസ്. ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. പ്യൂരിഫിക്കേഷൻ കുറെ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. വെസാഖിന്റെ ഒരു മാസം മുന്നെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ് വെസാഖ് മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിറ്റേഷൻ ആണ്. അതൊരു ഫുൾ മൂൺ മെഡിറ്റേഷൻ ആണ്. ബുദ്ധ ഭഗവാൻ നേരിട്ട് അവതരിക്കും എന്നാണ് പറയുന്നത്. സോ എനർജറ്റിക്കലി പറയുകയാണെങ്കിൽ അത്രയും കൂടുതൽ എനർജി ഭൂമിയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പതിപ്പിക്കുന്ന ഒരു സമയമാണത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നാലേ നമുക്കതിന്റെ പരമാവധി ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമ്മുടെ എനർജി ബോഡി പൂർണ്ണമായിട്ടും അതിനെ റിസീവ് ചെയ്യാൻ നമ്മൾ സജ്ജമാവണം. അപ്പോൾ ഇന്ന് നമ്മളൊരു സെഷൻ വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വൈസാഖ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും അതിന്റെ ഇവിടുന്ന് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിന്റെ പ്രിപ്പറേറ്ററി വർക്ക് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് നമ്മുടെ കൂടെ ബിജു സാറുണ്ട്. ബിജു സാർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ്. പുതിയ ആൾക്കാർക്ക് ഒരു പക്ഷേ പരിചയമില്ലായിരിക്കാം. എനിവേ സാറ് ഈ കാര്യത്തിൽ എല്ലാ വർഷവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഈ വർഷവും നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ബിജു സാറിനെ വെൽക്കം ചെയ്യുന്നു. എന്റെ കൂടെ തന്നെ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരെയും യോഗവിദ്യ പ്രാണിക് ലിങ്ക് ഫൗണ്ടേഷൻ കൊച്ചിന്റെ പേരിലും വെൽക്കം ചെയ്യുന്നു. സോ താങ്ക് യു ആൻഡ് ഓവർ ടു ബിജു സാർ. Atma Namaste. Vasudev sir, thank you. സാറ് ആൾക്കാര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ എനിക്ക് തോന്നുന്നത് 2-3 മിനിറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 9:06 ആയില്ലേ? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലെ? ചെയ്യുന്നുണ്ട്. ആത്മ നമസ്തേ. നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേരളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വെസാഖ് പ്രിപ്പറേഷൻ, വെസാഖ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രിപ്പറേഷൻ, അതിന്റെ മുന്നോടിയായിട്ടുള്ള ഇൻട്രൊഡക്ടറി സെഷനാണിത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ എന്താണ് വെസാഖ്, ബുദ്ധപൂർണിമ എന്താണ്, അല്ലെങ്കിൽ ആ ബുദ്ധപൂർണിമയുടെ പ്രാധാന്യം എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സ്ലൈഡിലേക്ക് ഒന്ന് വരാം. നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ വെസാഖ് ഫെസ്റ്റിവൽ ഓർ ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വെസാഖ് ഫെസ്റ്റിവൽ ഓർ ബുദ്ധപൂർണിമ. നമുക്കതിൽ ബുദ്ധപൂർണിമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ബുദ്ധയായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ നമുക്ക് അത് എങ്ങനെ ബുദ്ധയായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്നത് ബുദ്ധപൂർണിമ
പൂർണിമ പറഞ്ഞ പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ. അപ്പോ 12 ഫുൾ മൂൺ ഉണ്ട്. ആ 12 ഫുൾ മൂണില് എല്ലാ ഫുൾ മൂൺ ഇമ്പോർട്ടന്റ് ആണ്. ആ 12 ഫുൾ മൂണില് മൂന്ന് ഫുൾ മൂൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 3 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബുദ്ധ പൂർണിമ. ഓക്കെ, സോ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ബുദ്ധ പൂർണിമ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷന്റെ പ്രാണ world.net എന്നുള്ള സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇല്ല. ഓക്കെ, ആദ്യം നമുക്ക് ഫുൾ മൂണിന്റെ ഇമ്പോർട്ടൻസ് പറയാം. എന്താണ് ഓരോ ഫുൾ മൂണിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഓൾദോ എനി ടൈം ഓഫ് ഇയർ ഈസ് ഗുഡ് ഫോർ മെഡിറ്റേഷൻ ആൻഡ് പീപ്പിൾ ഹു ആർ റെഡി ആൻഡ് അവൈലബിൾ ക്യാൻ ടാപ്പ് ഇൻ ടു ദ എനർജീസ് ഓഫ് ദ ഡിവൈൻ. നിങ്ങൾക്ക് പ്രെയർ ചെയ്യാനോ ഈശ്വരാരാധനയ്ക്കൊക്കെ എല്ലാ ദിവസവും നല്ലത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും there are energy cycles that makes this easier and more powerful. So ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സമയത്ത് there are energy cycles. ആ സമയത്ത് നമ്മൾ ഈ ഈശ്വരാരാധനയും പ്രാർത്ഥനയും പരിശീലനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാവും അത് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് പവർഫുൾ ആവും. അങ്ങനെയുള്ള സമയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആൻഡ് ഫുൾ മൂൺ ഈസ് വൺ ഓഫ് ദം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഫുൾ മൂൺ അല്ലെങ്കിൽ പൗർണമി ദിവസം. പൂർണ്ണചന്ദ്രനുള്ള ദിവസം. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു പോകാം നമുക്ക്. In fact, the moon itself doesn't have much influence on creating this energetic cycle, but the fully lighted orb of the moon indicates a free and unimpeded alignment between our planet and the sun, the solar center, the energy source for all life on Earth. സോ മൂണിന് പ്രധാനമായിട്ടും യഥാർത്ഥത്തിൽ മൂണിന് വലിയ എന്താ പറയാ വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഈ ഒരു എനർജറ്റിക് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിലില്ല. പക്ഷെ ഈ ഫുൾ മൂൺ ഡേയിൽ ഉണ്ടാവുന്ന മൂണ് നമുക്ക് നല്ല ഫുള്ളി ലൈറ്റഡ് ആയിട്ടുള്ള മൂൺ. ഈ മൂൺ സണ്ണിൽ നിന്ന് നമ്മളിലേക്കുള്ള ആ ഫ്ലോയ്ക്ക് അതെന്ത് ചെയ്യും? ഓർബ് ഓഫ് ദ സൺ ഇൻഡിക്കേറ്റ്സ് എ ഫ്രീ ആൻഡ് അൺഇംപെഡഡ് അലൈൻമെന്റ് ബിറ്റ്വീൻ ഈ നമ്മളെ പ്ലാനറ്റ് എർത്തും സണ്ണുമായിട്ടുള്ള നല്ലൊരു അലൈൻമെന്റ് ഉണ്ടാക്കാൻ അത് സഹായിക്കും. സോളാർ സെന്റർ, സണ്ണിന്റെ സോളാർ സെന്റർ, ദ എനർജി സോഴ്സ് ഫോർ ഓൾ ലൈഫ് ഓൺ എർത്ത്. ആ സോളാർ സെന്റർ ആണ് എർത്തിലെ എല്ലാ ലൈഫിന്റെയും എനർജി സോഴ്സ് പറയുന്നത്. അറ്റ് സച്ച് ടൈം വി ക്യാൻ മേക്ക് എ ഡെഫിനിറ്റ് അപ്രോച്ച് ടു ഗോഡ്, ദ ക്രിയേറ്റർ, ദ സെന്റർ ഓഫ് ലൈഫ് ആൻഡ് ഇന്റലിജൻസ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ആ ക്രിയേറ്റർ ആയിട്ട് ഗോഡ് ദ ഇന്റലിജൻസ് ആയിട്ട് ഒരു കണക്ഷൻ, ഒരു ഡെഫിനിറ്റ് അപ്രോച്ച് നമുക്ക് ഈ സമയത്ത് സാധ്യമാവുന്നു. Because of its magnifying effects on Earth and its people, it has been observed by generations that whatever activity is being done during the full moon will be magnified in effect and intensity. So നിങ്ങൾ അർഹാതി യോഗ എല്ലാം പഠിച്ച ആൾക്കാർക്കറിയാം, നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് കുണ്ടലിനി മെഡിറ്റേഷൻ ഒക്കെ നമ്മളെ ചക്രകളൊക്കെ വലിയ അളവിൽ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ എനർജി വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ്, ചക്രകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേണ്ടത്ര അളവിൽ നമ്മൾ ശുദ്ധീകരണം നടത്തിയിരിക്കണം. വേണ്ടത്ര അളവിൽ ശുദ്ധീകരണം നടത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എനർജി എല്ലാ കാര്യങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? അത് നല്ലതിനെയും മോശത്തെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ സമയം എന്തും ആക്ടിവേറ്റഡ് ആവും. നല്ല കാര്യങ്ങളും ആക്ടിവേറ്റഡ് ആവും, അതേപോലെ തന്നെ മോശം സംഗതികളും ആക്ടിവേറ്റഡ് ആവും. അത്രയും പവർഫുൾ എനർജിയാണ് ആ സമയത്ത് എർത്തിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് പറയാണ്, മോർ ആക്സിഡൻസ്, മോർ ചൈൽഡ് ഡെലിവറീസ് ആൻഡ് മോർ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് ആർ ഓഫൺ ബീങ് റിപ്പോർട്ടഡ് ഡ്യൂറിങ് ദീസ് ഫുൾ മൂൺസ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫുൾ മൂൺ ഡേയിൽ കൂടുതലായിട്ട് ഉണ്ടാവാം. In Buddhism, different phases of Lord Buddha's life and development are all believed to be happen in full moon days. So ബുദ്ധിസത്തില് ബുദ്ധന്റെ ജനനം, അതേപോലെ ബുദ്ധന് ബോധോദയം ലഭിച്ച സമയം, അല്ലെങ്കിൽ ബുദ്ധന്റെ ജനനം, ബോധോദയം, അതേപോലെ തന്നെ ബുദ്ധ സമാധി, ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്
ഫുൾ മൂൺ ഡേയിലാണെന്നാണ് വിശ്വാസം. One of the means to neutralize such influences during the full moon is therefore practicing meditation and purification. അപ്പോൾ നോക്കൂ, അത്രയും നമ്മളിലേക്ക് വരുന്ന എനർജി ആ മൂണിലൂടെ അല്ലെങ്കിൽ ആ ഫുൾ മൂൺ ഡേയിൽ എർത്തിലേക്ക് വരുന്ന എനർജി എർത്തിലുള്ള എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്, എന്തിനേയും വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ നല്ലതേ വർദ്ധിക്കാവൂ, മോശം വർദ്ധിക്കരുത്. സോ വൺ ഓഫ് ദ മീൻസ് ടു ന്യൂട്രലൈസ് സച്ച് ഇൻഫ്ലുവൻസ്, എന്തിനെയാണ് ന്യൂട്രലൈസ് ചെയ്യേണ്ടത്? ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിനെ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? അതിനുവേണ്ടി നമ്മൾ ഈ ഫുൾ മൂൺ ഡേയിൽ മെഡിറ്റേറ്റ് ചെയ്യണം, പ്യൂരിഫിക്കേഷൻ, പ്രത്യേകിച്ച് ശുദ്ധീകരണം ചെയ്യണം. സോ ഇതുകൊണ്ട് തന്നെ എല്ലാ ഓൾമോസ്റ്റ് നമുക്കറിയുന്ന പല മതപാരമ്പര്യങ്ങളിലും ഈ ഫുൾ മൂൺ ഡേക്ക് മുന്നുള്ള ദിവസങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഫുൾ മൂൺ ഡേ പറയുമ്പോൾ നമ്മൾ 14th 15th ഡേ ഫുൾ മൂൺ ആണ്. 12-ാം തീയതി 11-ാം തീയതി എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദു ട്രഡീഷനിൽ ഈ ഏകാദശി ദ്വാദശി വ്രതങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഫുൾ മൂൺ ഡേക്ക് മുമ്പ് വരുന്നതാണ്. സോ ഈ ദിവസങ്ങളിൽ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് വഴി നമ്മൾ നല്ല ശുദ്ധീകരണം നടക്കും. അപ്പൊ ശുദ്ധീകരണം നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശുദ്ധീകരിക്കുക പറഞ്ഞാല് മോശം എനർജിയൊക്കെ നമ്മൾ മാറ്റും. അത് രോഗോർജാവാം, നമ്മളുള്ള മോശം ഇമോഷൻസ് ആവാം, നമ്മളുള്ള മോശം ചിന്തകളാവാം, അതേപോലെ നമ്മളുള്ള വൈസസ്, നമ്മളുള്ള സ്വഭാവ വൈകല്യങ്ങളാവാം. ഇതെല്ലാം നമ്മൾ വലിയ ശുദ്ധീകരണത്തിന് വിധേയമാവും. അപ്പോഴെന്താ 2-3 ഡേയ്സ് മുന്നേ ഈ ഏകാദശി ദ്വാദശിയും കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ഡേ 3rd ഡേ എന്ന് പറയുന്നത് ഫുൾ മൂൺ ഡേ ആണ്. അപ്പൊ ഈ ഫുൾ മൂണിന്റെ ഇഫക്റ്റ് വരുന്ന സമയത്ത് ഇൻ ജനറൽ നമ്മൾ വളരെ വലിയ ശുദ്ധീകരണം ഉണ്ടാവും. അപ്പൊ നല്ല ശുദ്ധീകരണം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിൽ മാലിന്യങ്ങൾ കുറവായിരിക്കും, നമ്മൾ വൈസസ് കുറവായിരിക്കും, സോ നമ്മൾ നെഗറ്റിവിറ്റി കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മളിലേക്ക് വലിയ എനർജി വരുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളുള്ള നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ ഗുണങ്ങൾക്കും വലിയ സൽഫലങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യും. ഒരുപാട് ഇന്ത്യയിൽ തന്നെയുള്ള ധാരാളം ആത്മീയ ആശ്രമങ്ങൾ, സ്പിരിച്വൽ സ്കൂളുകളൊക്കെ ഈ ഫുൾ മൂൺ ഡേയിൽ വലിയ പ്രാധാന്യം നൽകും. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്പിരിച്വൽ ടീച്ചേഴ്സ്, അവര് ചില ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആചാര്യന്മാര്, അവര് ആളുകൾ പല ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിട്ട് അവരെ സമീപിക്കുമ്പോൾ അവര് പറയും, നിങ്ങൾ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര കാലം നിങ്ങൾ ആ പൗർണമി വ്രതം അനുഷ്ഠിക്കണം, ഇത്ര കാലം പൗർണമി വ്രതം അനുഷ്ഠിക്കണം. അപ്പൊ പൗർണമി വ്രതം അനുഷ്ഠിക്കാൻ പറയുന്നത് ഇങ്ങനെയാ പറയാ, ഏകാദശിയുടെ അന്നോ അല്ലെങ്കിൽ ഫുൾ മൂണിനോട് ചേർന്ന് 2-3 ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം കുറെ ഈ പ്രധാനമായിട്ടും പറയുന്ന പ്യൂരിഫിക്കേഷൻ പറയുന്നത് അവിടെ ഈ വ്രതങ്ങളാണ്, ആഹാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതങ്ങളാണ്, അല്ലെങ്കിൽ ആഹാരം ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള വ്രതങ്ങളും പിന്നെ പല മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും നാമജപങ്ങളും അങ്ങനെയായിട്ട് ശുദ്ധീകരിക്കാൻ പറയും. അതിനെ പൗർണമി വ്രതം പറഞ്ഞു. അത് എക്സാക്ട്ലി പൗർണമി ഡേയിൽ മാത്രമല്ല, അത് ചെയ്തു കഴിഞ്ഞിട്ട് അവര് ആ പൗർണമി ഡേയിലുള്ള പ്രോഗ്രാമിന് അവര് മേ ബി അവര് ആ ആശ്രമത്തിലോ അല്ലെങ്കിൽ ആ ടീച്ചറുടെ അടുത്തോ എത്തും. അങ്ങനെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്ത് അവരിങ്ങനെ എത്രയോ കാലം 5 or 6 ഈ പൗർണമി വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. സോ പ്രാണിക്കുലേഴ്സ് ആയിട്ടുള്ള നമുക്കറിയാം, നമ്മളിലുള്ള വൈകല്യങ്ങളാണ് നമ്മളിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. അത് ശാരീരികമായാലും മാനസികമായാലും സാമ്പത്തികമായാലും എന്ത് തന്നെയായാലും. അപ്പൊ വലിയ ശുദ്ധീകരണം നടക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മളിൽ വലിയ മാറ്റത്തിന് വിധേയമാവും. നമ്മുടെ ജീവിതത്തിൽ അത് നല്ല ആരോഗ്യവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്നതിന് അത് കാരണമാവും. അപ്പോൾ ഈ സമയം നമ്മളിലേക്ക് ഒരു ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജി നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാം എന്ത് ആക്ടിവേറ്റ് ചെയ്യണം. നല്ലത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുള്ള മോശം കാര്യങ്ങളൊക്കെ മാറ്റണം. അതുകൊണ്ട് ഈ ഫുൾ മൂൺ ഡേയോട് മുന്നേ ഉള്ള ദിവസങ്ങൾ പ്യൂരിഫിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ്. അതാണ് ഫുൾ മൂൺ ഡേയും പ്യൂരിഫിക്കേഷനുമായിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ
ഏകാദശി വ്രതങ്ങൾ ഇതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ശുക്ലപക്ഷ ഏകാദശി പറയും ഈ ഫുൾമൂൺ ഡേയോട് അടുത്ത് വരുന്ന ഏകാദശി. ഇസ്ലാം ട്രഡീഷനിലും ഫുൾമൂൺ ഡേയോട് ചേർന്ന് വരുന്ന 11, 12 അല്ലെങ്കിൽ 12, 13 ഈ ദിവസങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ വിശിഷ്ട ദിവസങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. Besides the calming and uplifting effects of meditation, which can best neutralize the unfavorable effects of the full moon. So, exactly unfavorable effect എന്ന് പറയുന്നതിൽ രണ്ട് വേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് അതിനെ രണ്ട് രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുത്താം. ഒന്ന്, മൂണിന്ന് വരുന്ന എനർജി അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിൽ എർത്തിലേക്ക് വരുന്ന എനർജി എന്തിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് അത് നല്ലതിനെയും മോശത്തിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു പറയാം. അറ്റ് ദ സെയിം ടൈം പറയപ്പെടുന്നുണ്ട് ആ ഫുൾ മൂൺ ഡേയിൽ എർത്തിലേക്ക് വരുന്ന എനർജിയിൽ നല്ലതും മോശമായിട്ടുള്ള എനർജി ഉണ്ട്. നല്ല എനർജി ഉണ്ട്, മോശം എനർജി ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ നല്ല എനർജിയെ നമ്മൾ അട്രാക്ട് ചെയ്യണോ അതോ മോശം എനർജിയെ അട്രാക്ട് ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ചാലഞ്ച്. അപ്പൊ എനർജി എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. ലോ ഓഫ് അട്രാക്ഷൻ, ലൈക്ക് എനർജി അട്രാക്ട്സ് അൺലൈക്ക് റിപ്പൽസ് എന്നാണ്. അപ്പോൾ അപ്പോഴും നമുക്ക് എന്തിന് പ്രാധാന്യമുണ്ട്? പ്യൂരിഫിക്കേഷന് പ്രാധാന്യമുണ്ട്. എന്താണ്? നമ്മളുള്ള മോശം എനർജി, അത് രോഗോർജ് ആയാലും നെഗറ്റീവ് ഇമോഷൻസ് ആയാലും നെഗറ്റീവ് തോട്ട്സ് ആയാലും അതേപോലെ തന്നെ നമ്മളുള്ള സ്വഭാവ വൈകല്യങ്ങളാണെങ്കിലും. മാസ്റ്റർ ഷോ പറയും വൈസസ് ആർ ഓൾസോ എനർജീസ്. നമ്മളുള്ള വൈകല്യങ്ങൾ ഊർജ്ജ രൂപത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ വൈകല്യങ്ങളുടെ എനർജി ആയാലും നമ്മളിൽ നിന്ന് നമ്മൾ ആ ഫുൾ മൂണിന്റെ ഇഫക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇനി വീണ്ടും ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഫുൾ മൂൺ വരുന്നത് 15-നാണ്, ഏകാദശി പറയുന്നത് 11, ദ്വാദശി 12, അങ്ങനെ വരുമ്പോൾ ഇത് ഒരു 2 days മുന്നേ ആണല്ലോ ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ നമ്മൾ പറഞ്ഞു ഇസ്ലാം ട്രഡീഷനിലും 11, 12 ഈ ദിവസങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഒരു 2-3 days മുന്നേ ആണല്ലോ. സോ എക്സാക്ട് ഫുൾ മൂണിന്റെ ഇഫക്റ്റ് പറയുന്നത് ഒരു 2 day ബിഫോർ ഫുൾ മൂൺ ഡേയിലും 2 days ആഫ്റ്റർ ഉണ്ടാവും. 2 days ബിഫോർ, ഡ്യൂറിങ് ഫുൾ മൂൺ ആൻഡ് 2 days ആഫ്റ്റർ. അപ്പൊ ഏകദേശം ഒരു 5 ദിവസങ്ങൾ ഈ ഫുൾ മൂണിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. ഇതില് ഏറ്റവും പീക്കായിട്ടിരിക്കുന്നത് ഫുൾ മൂൺ ഡേയിലായിരിക്കും. ഈവൻ ആ ഫുൾ മൂൺ ഡേയിൽ തന്നെ ഒരു പർട്ടിക്കുലർ ടൈമാണ് ഏറ്റവും പീക്കായിട്ട് അതിന്റെ ഇഫക്റ്റ് നമുക്ക് എർത്തിൽ ഉണ്ടാവുന്ന സമയം പറയുന്ന ഒരു സ്പെഷ്യൽ ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പീക്ക് ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശുദ്ധീകരണത്തിന് വിധേയമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. നമ്മൾ നെഗറ്റിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നല്ല എനർജി ആയിരിക്കും. നല്ല എനർജി അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താണ് പ്യൂരിഫിക്കേഷൻ കൊണ്ടുള്ള ഗുണം? 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിൽ മാലിന്യങ്ങൾ ഇല്ലാത്തിടത്തോളം ഈ ഫുൾ മൂൺ എനർജി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ നല്ല കാര്യങ്ങളായിരിക്കും. 2, നമ്മളിൽ മാലിന്യങ്ങൾ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഫുൾ മൂൺ ഡേയിൽ നമ്മളിലേക്ക് വരുന്ന എനർജിയുടെ ആ നെഗറ്റീവ് ആസ്പെക്ട് നമ്മളെ അട്രാക്ട് ചെയ്യില്ല. കാരണം എന്താ? ഈ നെഗറ്റീവ് ആസ്പെക്ട് നമ്മൾ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. നമ്മൾ ശുദ്ധീകരിച്ചിരിക്കുന്ന സമയത്ത് ഇത് നമ്മളെ അട്രാക്ട് ചെയ്യില്ല. അപ്പൊ ഈ 2 കാര്യങ്ങളിലും ഈ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് ഈ 2 കാര്യങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ശുദ്ധീകരണം നടത്തുകയാണെങ്കിലോ, ഈ ഫുൾ മൂൺ ഡേക്ക് മുന്നേ ആയിട്ട് ശുദ്ധീകരണം നടത്തുകയാണെങ്കിലോ നമ്മൾ എപ്പോഴും അതിന്റെ നല്ല ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. ആ നിലയ്ക്ക് ഈ ഇന്നർ പ്യൂരിഫിക്കേഷനില്, ആത്മശുദ്ധീകരണത്തില്, ആന്തരിക ശുദ്ധീകരണത്തില് ഫോക്കസ് ചെയ്യുന്ന ആത്മീയ പരിശീലകർക്ക് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഫുൾ മൂൺ ഡേ അവരുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റിന്. ക്ലിയർ? ഓക്കെ, ഇനി വീണ്ടും ഇത് നമ്മൾ പറയുന്നത് വെസാക്കിന്റെ കാര്യങ്ങൾ ഇൻ ജനറൽ. ഈ ഒരു സമയം പറയുന്നത്, വെസാക്കിന്റെ ടൈം പറയുന്നത്, അത് ഡീപ്പർ പ്യൂരിഫിക്കേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. അത് നമ്മുടെ ബോഡിയെ റീചാർജ് ചെയ്യും. സോ ഈ ബെനിഫിറ്റ്സ് ഇത് നമുക്ക് വീണ്ടും പറയാം. ഒരു കാര്യം കൂടെ ഫുൾ മൂണായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ, ഈ മൂണിന്റെ ഇഫക്റ്റ് നമുക്കറിയാം. നമുക്കൊരു എനർജി ബോഡി ഉണ്ട്, ഒരു എത്രിക് ബോഡി ഉണ്ട്, ഫിസിക്കൽ ബോഡി ഉണ്ട്, ഒരു എത്രിക് ബോഡി ഉണ്ട്. അതേപോലെ മദർ എർത്തിന് ഒരു എനർജി ബോഡി ഉണ്ട്. മദർ എർത്തിന്റെ എനർജി ബോഡിയുടെ ഭാഗമാണ് നമ്മുടെ എല്ലാവരുടെയും എനർജി ബോഡി എന്നുള്ളത് കൊണ്ടാണ് ഡിസ്റ്റന്റ് ഹീലിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർ കണക്റ്റഡ്നെസ്, ആ ഡിസ്റ്റന്റ് ഹീലിംഗ്. അതേപോലെ നമുക്ക് ഒരു ആസ്ട്രൽ ബോഡിയും മെന്റൽ ബോഡിയും ഉള്ളത് പോലെ തന്നെ
എർത്തിനും ഒരു ആസ്ട്രൽ ബോഡിയും മെന്റൽ ബോഡിയും ഉണ്ട്. എർത്തിനും ഒരു ആസ്ട്രൽ ബോഡിയും മെന്റൽ ബോഡിയും ഉണ്ട്. എർത്തിന്റെ ഈ എനർജി ബോഡിക്ക് നമ്മൾ പറയാ പ്ലെയിൻ എന്നാ പറയാം. ഇപ്പൊ എർത്തിന് നമ്മൾ പറയുമ്പോൾ ആസ്ട്രൽ പ്ലെയിൻ, മെന്റൽ പ്ലെയിൻ എന്നാ പറയാം. അപ്പൊ ഇതിനും ഒരു എനർജി ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഓറ ഉണ്ട്, അതിനൊരു ഒരു ഓർബിറ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഈ ഈ ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ എർത്തിന്റെ ആസ്ട്രൽ പ്ലെയിൻ അത് ഏകദേശം ഈ മൂണിന്റെ സ്വാധീനത്തിലേക്ക് വരും, അല്ലെങ്കിൽ മൂണിന്റെ ഏരിയ വരെ ഇത് എത്തും. അപ്പൊ ഈ സമയത്ത് മൂണിന്റെ മൂണ് ഫുള്ളി ലൈറ്റഡ് ആയിട്ടുള്ള മൂണിന്റെ ഓർബിറ്റ് നമ്മുടെ ആസ്ട്രൽ ബോഡീനെയും മെന്റൽ ബോഡീനെയും ഒക്കെ വലിയ അളവിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ വായിച്ചോന്നറിയില്ല, ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഗതികളെ നമ്മൾ in fact it is believed, furthermore, because of the moon's astrological characteristics and effects of mind and emotions, അതാണ് ഈ ആസ്ട്രൽ മെന്റൽ ബോഡിയിലെ സ്വാധീനം. Often during the full moon period, people tend to get more sensitive and often witness more emotional and relationship problems compared to normal times of the year. Already psychologically imbalanced ആയിട്ടുള്ള ആളുകളിൽ അവരിൽ വേണ്ടത്ര ശുദ്ധീകരണം ഇല്ലാത്ത സമയത്ത് അവരുടെ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ അധികരിച്ചും കാണാം. സോ അതിൽ ആരെ സ്വാധീനമുണ്ട്? ആ ലൂണാർ ഇഫക്റ്റ് അല്ലെങ്കിൽ മൂണിന്റെ സ്വാധീനമുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ ഇൻസാനിറ്റി ഈസ് ഓൾസോ കോൾഡ് ലൂണസി. ഇത്തരത്തിലുള്ള നമ്മുടെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഈ ഒരു പേര് പറയാൻ, ഇതിന്റെ ഈ മൂണിന്റെ ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ലൂണസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേര് വരാനുള്ള കാരണം എന്നും പറയുന്നത്. സോ ഇങ്ങനെ മൂണിന് നമ്മുടെ മാനസിക തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ വലിയ അളവിൽ മൂൺ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഫുൾ മൂൺ ഡേയിൽ ഇൻ ജനറൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ബോഡി കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആയിരിക്കും. കുറച്ചുകൂടെ ഹൈലി എനർജൈസ്ഡ് ആയിരിക്കും. മെന്റൽ ബോഡി കൂടുതൽ ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 3 ശരീരങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ശരീരമാണ് മെന്റൽ ബോഡി. ഫിസിക്കൽ ബോഡിയേക്കാൾ എത്രയോ സൂക്ഷ്മമാണ് എനർജി ബോഡി. നമ്മൾ അതിനെ സൂക്ഷ്മ ശരീരം എന്ന് തന്നെയാ പറയാം. മറ്റു ശരീരങ്ങളൊക്കെ എങ്ങനെയാ പറയാം, അതിനേക്കാളും സൂക്ഷ്മമാണ് ആസ്ട്രൽ ബോഡി, അതിലും സൂക്ഷ്മമാണ് മെന്റൽ ബോഡി. സോ മെന്റൽ ബോഡി അതിസൂക്ഷ്മമായതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായിട്ടുള്ള ഊർജത്തെ അസിമിലേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മെന്റൽ ബോഡിക്കുണ്ട്. അല്ലെങ്കിൽ ഈ ഫുൾ മൂൺ ഡേയിൽ സംജാതമാകുന്ന എനർജിയെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാനും അസിമിലേറ്റ് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മെന്റൽ ബോഡിക്ക് കൂടുതലാണ്. മാത്രമല്ല ആ ഡേയിൽ നമ്മുടെ മെന്റൽ ബോഡിയിൽ നല്ല ആക്ടിവേഷനും നടക്കും. അപ്പൊ ഇങ്ങനെ ധാരാളം കണക്ഷൻസ് ഈ ഫുൾ മൂൺ ഡേ ആയിട്ട് ഉണ്ട്. നമ്മളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഫുൾ മൂൺ ഡേ ആയിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ടൊക്കെ തന്നെ ഫുൾ മൂൺ ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ മൂൺ ആയിട്ട് പറയുന്നതാണ് 3 ഫുൾ മൂൺ. അത് ഈ മേടമാസത്തിൽ ഈ വരുന്ന ഫുൾ മൂൺ, അതായത് ഫുൾ മൂൺ ഓഫ് ഏരീസ് ആൻഡ് ദെൻ ഫുൾ മൂൺ ഓഫ് ടോറസ് ആൻഡ് ഫുൾ മൂൺ ഓഫ് ജെമിനി. ഈ മേടം, ഏരീസ്, ടോറസ്, ഈ മൂന്ന് ഫുൾ മൂൺ, ഈ അടുപ്പിച്ച് വരുന്ന ഈ മൂന്ന് ഫുൾ മൂൺസ്. ഈ 3 ഫുൾ മൂൺസിൽ ഫുൾ മൂൺ ഓഫ് ടോറസ് ആണ് നമ്മൾ ഈ വെസാക്കായിട്ട് ആചരിക്കുന്നത്. അത് ഏകദേശം മെയ് മാസത്തിലാണ് വരിക. ഇത് വൈശാഖ പൗർണമി എന്ന് പറയും. വൈശാഖം എന്നുള്ള വാക്കിൽ നിന്നാണ് വെസാക്ക് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ കണക്കനുസരിച്ച് ചിലപ്പോഴും ബുദ്ധപൂർണിമയും വൈശാഖ പൗർണമിയും ഒന്നിച്ചു വന്നുകൊള്ളുന്നില്ല. വൈശാഖ പൗർണമി നമ്മളുടെ ട്രഡീഷൻ അനുസരിച്ച് വിശാഖം നക്ഷത്രത്തിൽ ഫുൾ മൂൺ വരുന്നതാണ് വൈശാഖ പൗർണമി. പക്ഷെ പലപ്പോഴും ഈ ബുദ്ധപൂർണിമ വൈശാഖ പൗർണമി ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. അപ്പൊ ആൾക്കാർ പറയും നമ്മൾ ഇതിനെ വെസാക്ക് അല്ലെങ്കിൽ വൈശാഖ പൗർണമി എന്നൊക്കെ നമ്മൾ ബുദ്ധപൂർണിമേനെ പറയുമ്പോൾ ആ വെസാക്ക് ഡേയിൽ ആയിക്കൊള്ളണമെന്നില്ല വൈശാഖ പൗർണമി. അപ്പൊ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ വരുന്നത്. അതിന്റെ ഒരു കാരണം പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഡാനി മാസ്റ്റർ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1950
ബുദ്ധമത സമ്മേളനത്തിലോ മറ്റോ അവരുടെ ഒരു വലിയ അസോസിയേഷനാണ്. ഏതാണ് മീറ്റിംഗ് എന്ന് എനിക്കറിയില്ല, എക്സാക്ട്ലി അറിയില്ല. സോ ആ മീറ്റിംഗിൽ ഡിസൈഡ് ചെയ്തതാണ് ഈ വെസാക്ക് എന്ന് പറയുന്നത് ഫുൾ മൂൺ ഓഫ് ടോറസ്. അത് ഏപ്രിൽ വന്നാലും ശരി, ചിലപ്പോൾ ഇത് ഏപ്രിലോ മെയ്യിലോ ഒക്കെ മാറി മാറി വരും. ഏപ്രിൽ വന്നാലും മെയ്യിൽ വന്നാലും ഫുൾ മൂൺ ഓഫ് ടോറസ് ഈ വെസാക്കായിട്ട് ഈ ബുദ്ധപൂർണിമയായിട്ട് ആചരിക്കാമെന്ന് ഡിസൈഡ് ചെയ്യും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എല്ലാ തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ ഫുൾ മൂൺ ഓഫ് ടോറസ് ആണ് ബുദ്ധപൂർണിമയായിട്ട് ആചരിക്കുന്നത്. അപ്പൊ അതിന്റെ പേര് വൈശാഖ പൗർണമി എന്നുള്ളപ്പോഴും ചിലപ്പോഴത് വൈശാഖ പൗർണമി ദിവസത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ബുദ്ധപൂർണിമ വരെ, ഈ വെസാക്ക് ഫുൾ മൂൺ ഡേ വരെ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. സോ രാജേന്ദ്ര സാർ പറഞ്ഞത് പ്രകാരം ആഴ്ചയിൽ 3 പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ മിനിമം 2 പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും. പക്ഷെ 3 പ്രോഗ്രാം വരെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ ദിവസങ്ങളിൽ, ആ പ്രോഗ്രാമുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ബുദ്ധപൂർണിമയുടെ കൂടുതൽ കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യം, അതിന്റെ കുറെ ഐതിഹ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. കുറച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് പറയുന്നത് ഈ ബുദ്ധ പറഞ്ഞത് എർത്തിലെ ലാസ്റ്റ് ആള് വരെ എൻലൈറ്റഡ് ആവുന്നത് വരെ, അവര് വരെ ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നത് വരെ ഞാൻ വീണ്ടും ഇങ്ങനെ ഓരോ ഫുൾ മൂണിലും എർത്തിലേക്ക് വരും. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. എക്സാക്ട് സെന്റൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയും. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് ബുദ്ധ എർത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ, ബുദ്ധ പറയുന്ന ആ ഗ്രേറ്റ് ബീയിങ്ങിന്റെ എനർജി എർത്തിൽ ഉള്ള ഫിസിക്കൽ ബോഡിയിലുള്ള, അല്ലെങ്കിൽ എർത്തിൽ ഫിസിക്കലി അവൈലബിൾ ആവുന്നതാണ് അതിന്റെ അർത്ഥം. ഫിസിക്കലി അവൈലബിൾ ആവും ആ എക്സാക്ട് ടൈം ഓഫ് വെസാക്ക്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ നമുക്ക് വേറൊരു ദിവസം പറയും. കാരണം അതിന് കുറച്ച് സമയം വേണ്ടതുകൊണ്ട് ഇന്നിപ്പോ നമ്മളത് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് പറയണം. എക്സാക്ട് ആ സമയത്ത് മറ്റു ധാരാളം ഗ്രേറ്റ് ബീയിങ്സ് ഈ ഹയർ പ്ലെയിനിൽ നിന്നുള്ള എനർജി റിസീവ് ചെയ്ത് അവരിലൂടെ എർത്തിലേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് എർത്തിൽ ഈ ബുദ്ധയുടെ എനർജി അവൈലബിൾ ആവുന്നത്. അപ്പൊ ഈ സമയത്ത് ധാരാളം ഗുരുക്കന്മാര്, ഉന്നതരായിട്ടുള്ള ധാരാളം ഗ്രേറ്റ് ബീയിങ്സ്, അതേപോലെ ധാരാളം ഇൻവിസിബിൾ ഹെൽപ്പേഴ്സ്, അവരെല്ലാം തന്നെ ഇതൊരു ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഈ എനർജി റിസീവ് ചെയ്ത് ഹ്യൂമാനിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ലോവർ പ്ലെയിൻസിലേക്ക് അവർ ബ്ലെസ് ചെയ്യും. ലോവർ പ്ലെയിനിലേക്ക് അവർ ബ്ലെസ് ചെയ്യും, അല്ലെങ്കിൽ അവരിലൂടെ അത് ലോവർ പ്ലെയിനിലേക്ക് ഡയറക്റ്റ് ചെയ്യും. നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് എവിഡിൽ പറഞ്ഞിട്ടുണ്ട്, എനർജി ട്രാൻസ്ഫോമേഴ്സ്. സോ ഗ്രേറ്റ് ടീച്ചേഴ്സ്, ഗ്രേറ്റ് ബീയിങ്സ്, അവരൊക്കെ എനർജി ട്രാൻസ്ഫോമേഴ്സ് ആണ്. അപ്പോൾ ഗ്രേറ്റ് ബുദ്ധയിൽ നിന്നുള്ള എനർജി ഇങ്ങനെ ഇവരിലൂടെ എല്ലാം ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എർത്തിലുള്ള എല്ലാ ബീയിങ്സിനും അത് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് അവൈലബിൾ ആവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ബുദ്ധയുടെ എനർജി എത്രിക് പ്ലെയിനിന്റെ അവൈലബിൾ ആവും. എത്രിക് പ്ലെയിൻ പറഞ്ഞാൽ ഫിസിക്കൽ പ്ലെയിനിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിന്റെ ഇൻവിസിബിൾ ആസ്പെക്ട് ആണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഇൻവിസിബിൾ ആസ്പെക്ട് ആണ് നമ്മൾ എത്രിക് ബോഡി പറയാം. അതേപോലെ എത്രിക് പ്ലെയിനിൽ അത് അവൈലബിൾ ആവും. എത്രിക് പ്ലെയിനിൽ അവൈലബിൾ ആവുക പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതെങ്ങനെ ഏതെല്ലാം ചാനലിലൂടെ ഡയറക്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് സെഷനിൽ പറയും. ഇത് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞതാണ്. ഇനി ഇതിലൊരു പ്രത്യേകത പറയുന്നത് പ്രാണിക് ഹീലേഴ്സ് പ്രത്യേകിച്ചും എല്ലാ സ്പിരിച്വൽ സ്കൂൾസും ഈ ഫെസ്റ്റിവൽ വലിയ അളവിൽ ആഘോഷിക്കും. അവരുടെ ഡിസൈപ്പിൾസും ഫോളോവേഴ്സും എല്ലാവരും വലിയ അളവിൽ ആഘോഷിക്കും. എന്തിനാണെന്ന് അറിയാം, അവര് പലപ്പോഴും പല പ്രാർത്ഥനകളും പല മതപരമായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള ആചരണങ്ങളിലൂടെയൊക്കെ ഈ എനർജി റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം
ആഘോഷങ്ങളും ആചരണങ്ങളും ഒക്കെ നടത്തും. പ്രാണിക്കീരി സ്കൂളിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിറ്റേഷൻ പറയുന്നത് മെഡിറ്റേഷൻ വിത്ത് ഇൻഹാർട്സ് ആണ്. മെഡിറ്റേഷൻ വിത്ത് ഇൻഹാർട്സ് ആണ്. സോ ഗ്രാൻഡ് മാസ്റ്റർ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ആ സമയത്ത്, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ ഗൈഡ് ചെയ്ത മെഡിറ്റേഷൻ ആണ് നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ചെയ്യാം. വെസാക്ക് മെഡിറ്റേഷൻ ഗ്രാൻഡ് മാസ്റ്റർ വോയിസിൽ ഗൈഡ് ചെയ്ത് നമ്മൾ ചെയ്യാം. ആ സമയത്ത് പ്രധാനമായിട്ടും ഗ്രാൻഡ് മാസ്റ്റർ എല്ലാ സെയിന്റിയൻ ബീയിങ്സിനെയും ബ്ലസ് ചെയ്യുന്ന പ്രെയറും അതോടൊപ്പം തന്നെ എല്ലാ സെയിന്റിയൻ ബീയിങ്സിനെയും ബ്ലസ് ചെയ്യുന്ന പ്രെയറും അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ഇൻവൊക്കേഷനും ചാൻഡ് ചെയ്തുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബുദ്ധയിൽ നിന്നുള്ള എനർജി, ഗ്രേറ്റ് ബുദ്ധയിൽ നിന്നുള്ള എനർജി ധാരാളം ഹയർ ബീയിങ്സ്, ഗ്രേറ്റ് വൺ, അവരതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഹ്യൂമാനിറ്റിക്ക് അവൈലബിൾ ആക്കുക ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓരോരുത്തരും എർത്തിനെ മുന്നിൽ കണ്ടാണ് നമ്മൾ ബ്ലസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഓരോ പ്രാണിക്കിലും ഈ ഗ്രേറ്റ് ബീയിങ്സിന്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു കോവർക്കർ ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ആരെ കൂടിയാ നമ്മളിവിടെ ജസ്റ്റ് റിസീവ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉന്നതരായിട്ടുള്ള അരൂപികളുടെ അല്ലെങ്കിൽ ഹയർ ബീയിങ്സിന്റെ അവരുടെ കൂടെ അവരോട് ചേർന്നിരുന്ന് നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഓരോ പ്രാണിഹീലർക്കും അതേപോലെ തന്നെ ഓരോ മെഡിറ്റേഷൻ ഇൻഹാർട്ട് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും ഒരു ലൈഫിൽ കിട്ടുന്ന മഹാഭാഗ്യം. എത്രയോ ഉന്നതരായിട്ടുള്ള അരൂപികളുടെ അല്ലെങ്കിൽ ഗ്രേറ്റ് ബീയിങ്സിന്റെ കൂടെ ഈ എനർജി എർത്തിലേക്ക് അവൈലബിൾ ആവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എർത്തിലേക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത്. ഇതാണ് പ്രാണി ഹീലേഴ്സിന്റെയും മെഡിറ്റേഷൻ വിത്ത് ഇൻഹാർട്സ് ചെയ്യുന്നവരുടെയും ഒരു സൗഭാഗ്യം. ഈ വെസാക്ക് ഡേയിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ എല്ലാ ഇന്നർ ടീച്ചിങ്സ് നിങ്ങൾക്ക് പറയുകയും ചെയ്യും. വരും സെഷൻസിൽ നമ്മളത് പറയുകയും ചെയ്യും. പിന്നെ എന്താണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ളത്? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള ഫുൾ മൂൺ വെസാക്കിൽ വെച്ച് നമ്മൾ പറഞ്ഞു ഫുൾ മൂണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഫുൾ മൂൺസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വെസാക്ക് ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ള വെസാക്കില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 2025 ഈ വെസാക്ക്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അത് പറയുന്നത് ഗ്രേറ്റ് ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേൾഡ് ടീച്ചർ, ഇനി ഇൻകാർണേറ്റ് ചെയ്യാൻ പോകുന്ന വേൾഡ് ടീച്ചർ, അത് ആ ഇൻകാർണേഷനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറാർക്കി ആ ഇൻകാർണേഷനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി മീറ്റ് ചെയ്യുന്ന ഡേയും കൂടിയാണ് അത്രേ ഈ വെസാക്ക്. അപ്പൊ ഈ വെസാക്ക് ഡേയിൽ അവർ മീറ്റ് ചെയ്തിട്ടാണ് അത്രേ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും ഇൻകാർണേറ്റ് ചെയ്യുന്നത്, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ കാര്യങ്ങൾ ഞാനൊന്ന് ഷോർട്ടായിട്ട് സൂചിപ്പിച്ചതാണ്. നമുക്ക് കഴിയുന്നത്ര ഓതന്റിക് ആയിട്ട് കഴിയുന്നത്ര ഡീറ്റെയിൽസിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്കത് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധപൂർണിമയും കൂടിയാണ് ഈ 2025 ബുദ്ധപൂർണിമ. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ സാധാരണ പറയാ ഒരു വെസാക്കിന്റെ പ്രിപ്പറേഷൻ എന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ എന്നാണോ ഒരു വെസാക്ക് കഴിഞ്ഞത് അതിന്റെ പിറ്റേ ദിവസം മുതൽ അടുത്ത വെസാക്കിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നു. കാരണം വെസാക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ പലപ്പോഴും എന്താ പറയാ 2-3 മാസം മുന്നേയൊക്കെയാണ് പലപ്പോഴും സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് ഒക്കെ അതിന്റെ പ്രാക്ടീസുകളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ വർഷം എത്രയോ മുമ്പ് നിങ്ങൾ പല ആൾക്കാരും ശ്രീരാം രാജഗോപാലിന്റെ വെസാക്ക് പ്യൂരിഫിക്കേഷന്റെ പ്രോഗ്രാമിൽ ഉണ്ടാവും. എത്രയോ നേരത്തെ തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ വെസാക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ഈ 3 വെസാക്കിലും ഈ 3 ഫുൾ മൂണിലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 month ബിഫോർ നമുക്ക് കേരളത്തില് യോഗവിദ്യ പ്രാണി ഹീലിംഗ് ഫൗണ്ടേഷൻ കൊച്ചിൻ കേരളയുടെ നേതൃത്വത്തിൽ ഈ വെസാക്കിനുള്ള പ്രിപ്പറേഷൻ
പ്യൂരിഫിക്കേഷൻ പ്രാക്ടീസുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് എല്ലാ പ്രാണി ഹീലേഴ്സിനും ഇതിൽ പങ്കെടുക്കാം. അതേപോലെ തന്നെ വെസാക്കിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാണി ഹീലിംഗ് പഠിക്കണമെന്നില്ല. നോൺ പ്രാണി ഹീലേഴ്സിനും വെസാക്കിൽ പങ്കെടുക്കാം. വെസാക്ക് പ്രോഗ്രാം ഫുൾമൂണിൽ പങ്കെടുക്കാം. സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ സഹപ്രവർത്തകർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് ഈ വെസാക്കിന്റെ പ്രാധാന്യം പറയാം. എന്നിട്ട് വെസാക്ക് മെഡിറ്റേഷൻ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരെ ഇൻസ്പയർ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും നമുക്ക് കോമൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോമും ആഴ്ചയിൽ 2-3 ദിവസങ്ങളൊക്കെ ഈ പ്രിപ്പറേഷന് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ നമ്മൾ ദിവസവും ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്, ഇനി നിങ്ങൾ വെസാക്ക് ആവുന്നത് വരെ അല്ലെങ്കിൽ വെസാക്ക് ഡേ വരെ ദിവസവും നിങ്ങൾ സോൾട്ട് വാട്ടറിൽ കുളിക്കുക. അത് നിങ്ങളൊരു ശപഥം എടുക്കുന്ന പോലെ തന്നെ ചെയ്യുക. അതായത് ഞാൻ എല്ലാ ദിവസവും ഇനി വെസാക്ക് വരെ ഞാൻ എല്ലാ ദിവസവും സോൾട്ട് വാട്ടർ ബാത്ത് നടത്തിയിരിക്കും. നമുക്കാകെ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടത് 2 മിനിറ്റ് സമയമാണ്. 2-3 മിനിറ്റ് സമയം നമുക്ക് അഡീഷണൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നമ്മൾ ദിവസവും കുളിക്കണം. സോപ്പ് കഴുകി കഴിഞ്ഞാൽ ഒരല്പം ഉപ്പ് കലക്കി ദേഹത്തെല്ലാം തേക്കുക, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, നല്ല വെള്ളം കൊണ്ട് കഴുകിക്കളയുക. ഇത്രയെങ്കിലും, ഇത് മിനിമം നമ്മൾ ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ വലിയ കാര്യമാണ്, വലിയ പ്യൂരിഫിക്കേഷൻ നമ്മൾ നടക്കും. അതേപോലെ പ്രാണിക് ബ്രീത്തിങ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാണിക് ബ്രീത്തിങ്, ഇന്നർ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർഗീവ്നെസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പെട്ടെന്ന് നമുക്ക് നമ്മുടെ ദേഷ്യം ഇല്ലാതെയാക്കാം. ഫോർഗീവ്നെസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ദേഷ്യം നമുക്ക് പെട്ടെന്ന് ഇല്ലാതെയാക്കാം. ഇപ്പൊ എല്ലാ സമയത്തും നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല. ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് മാറും, ചിലപ്പോൾ വീണ്ടും വരും. പക്ഷെ ഒരാളോടുള്ള വിദ്വേഷം പറയുന്നത് അത് കൂടുകയും കുറയില്ല, അത് അങ്ങനെ സ്ഥായിയായിട്ടിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം, നമുക്കൊരാളോട് വിദ്വേഷം ഉണ്ടെങ്കിൽ ആ വിദ്വേഷം നിലനിൽക്കുന്ന സമയം മുഴുവനും നമ്മൾ ഈ മാലിന്യമുണ്ട്, വിദ്വേഷത്തിന്റെ എനർജി അല്ലെങ്കിൽ ഈ മാലിന്യം കൊണ്ട് നമ്മൾ മലിനപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പുവരുത്തണം, നമ്മൾ വെസാക്കൊക്കെ ആവുന്ന സമയത്തേക്ക് നമ്മൾ കഴിയുന്നത്ര ആളുകളോട് നമ്മൾ ഫോർഗീവ് ചെയ്ത് നമുക്ക് ആരോടും വിദ്വേഷമൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കണം. ഈ വെസാക്ക് പ്യൂരിഫിക്കേഷനിൽ ഫോർഗീവ്നെസ് ഒരു പ്രധാനപ്പെട്ട പ്രാക്ടീസ് തന്നെയായിരിക്കും. എന്നാലും നമ്മൾ അതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാതെ ഫോർഗീവ്നെസ്സിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. സെൽഫായിട്ട് ഫോർഗീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ഗ്രാൻഡ് മാസ്റ്റർ നിർദ്ദേശിക്കുന്ന പോലെ തന്നെ നമ്മളോട് പറയുന്നത്, നമ്മളോട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. നമ്മളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിച്ച ആൾക്കാരെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ ഓരോരുത്തരെയായിട്ട് നമ്മൾ ഫോർഗീവ് ചെയ്യുക. നമ്മൾ ഉറപ്പ് വരുത്തുക. വളരെ ഇത് നോക്കൂ, നിങ്ങൾ വെസാക്ക് എല്ലാ വർഷവും ഉണ്ടാവും, പക്ഷെ നമുക്കിത് അറിയാൻ പറ്റണ്ടേ വെസാക്കിന്റെ പ്രാധാന്യം എന്താണ്. എന്നിട്ട് അതേപോലെ തന്നെ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഒരു അവസരം ഉണ്ടാവണ്ടേ. അതേപോലെ അതിന്റെ കൃത്യസമയത്ത് നമുക്ക് ഗ്ലോബലി നമുക്ക് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവണ്ടേ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തോ നമ്മളുടെ മുജ്ജന്മ സുഹൃത്താൽ വലിയ സൗഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ സ്കൂളിന്റെ ഭാഗമാവാൻ സാധിച്ചതും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതൊക്കെ അറിയാൻ സാധിച്ചതും ഇത്രയും വലിയൊരു അവസരം നമുക്കുണ്ട്. നമ്മുടെ ആത്മീയ വികാസത്തിനും ആത്മീയ പരിണാമത്തിനൊക്കെ ഏറ്റവും നല്ലൊരു അവസരമാണിത്. ഇതൊക്കെ അറിയാൻ സാധിച്ചതിന്റെ വലിയ ഭാഗ്യം. അപ്പോൾ ഇനി അതിലുപരിയായിട്ട് ഈ വെസാക്ക് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ നമുക്ക് ഈ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് എന്താ പറയാ എഫേർട്ട് ഈ പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പൊ അത് ഫൗണ്ടേഷന്റെ പ്രോഗ്രാം അത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കണം. അതേ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു പേഴ്സണൽ എഫേർട്ട്, അതേപോലെ തന്നെ നമ്മളൊരു ഓരോരുത്തരും സ്വന്തമായിട്ട് അതിലേക്ക് ഒരു താല്പര്യം കാണിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും കൂടിയാണ് ഒരു അഭ്യർത്ഥന. സോ സോൾട്ട് വാട്ടർ ബാത്ത്, റെഗുലർ ഹീലിംഗ്, പ്രാണിക് ബ്രീത്തിങ്, പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഫോർഗീവ്നെസ്. ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കുക. ഉപ്പുവെള്ളത്തിലുള്ള കുളി എല്ലാ ദിവസവും കുളിക്കുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഉപ്പുവെള്ളത്തിലേ കുളിക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. കുളിക്കുന്നെങ്കിൽ ഉപ്പുവെള്ളത്തിലേ കുളിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ നിങ്ങൾ ഇപ്പൊ നമ്മളിൽ പല ആൾക്കാരും ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ സെന്റേഴ്സ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒന്നിച്ചിരുന്ന് ഗ്യാദർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഫുൾ മൂൺ കഴിയുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാദറിങ്ങിലൊക്കെ തന്നെ പ്യൂരിഫിക്കേഷന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള പരിശീലനങ്ങളൊക്കെ നടത്തുക. ഇപ്പൊ ഇനിയും 15 മിനിറ്റ് ബാക്കിയാണല്ലോ, എന്താ പറയാ. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ പറയുന്നത് നമ്മൾ പറഞ്ഞു ഇന്നർ പ്യൂരിഫിക്കേഷൻ ഓർ ആത്മശുദ്ധീകരണം, ഡെഫിനറ്റ്ലി ക്യാരക്ടർ ബിൽഡിംഗ്. ഈ 5 സദ്ഗുണങ്ങളിലും നമ്മൾ ശുദ്ധീകരണം നടത്തുക. ഇന്നർ റിഫ്ലക്ഷൻ, ഹോണസ്റ്റി. ഈ വരും ദിവസങ്ങൾ നമുക്ക് ഫുൾ മൂണിന് മുന്നേ ആയിട്ട് വരുന്ന ദിവസങ്ങൾ, ഇപ്പൊ ഏകദേശം നമുക്കൊരു 1 മന്ത് ആണ് ഫുൾ മൂണിന് മുമ്പായിട്ട് വരുന്നത്, ഒരു 30 days. അപ്പൊ നിങ്ങൾക്ക് 30 ദിവസം പറയുമ്പോൾ ഈ 5 വെർച്യൂസിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി, ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ് എന്ന് പറയുന്ന 2 വെർച്യൂവിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്യൂരിഫിക്കേഷൻ നടത്തുക, ഇന്നർ റിഫ്ലക്ഷൻ ഒക്കെ ചെയ്യാം. കാരണം നമ്മൾ പറയും ഈ എനർജി ഓഫ് ബുദ്ധ എനർജി പറയുമ്പോൾ നമുക്കറിയാം ബുദ്ധ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഹയർ കോൺഷ്യസ്നെസ്സിനെയാണ് ബുദ്ധ കോൺഷ്യസ്നെസ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ്, ഒരു ഹയർ കോൺഷ്യസ്നെസ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് നമ്മളുടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി അത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. എവിടെയോ ഒരു സ്ഥലത്ത്, എക്സാക്ട് എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ എവിടെയോ ഒന്ന് നമ്മളൊരു പ്രോഗ്രാമിൽ പ്രതിപാദിച്ചിരുന്നു, ഈ വെസാക്കിന്റെ സമയത്ത് സംജാതാവുന്ന എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലവിങ് ഇൻ നേച്ചർ. അത് കുറച്ചുകൂടെ ലവിങ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു കമ്പാഷന്റെ എനർജിയാണ്. ഈ ബുദ്ധയുടെ കമ്പാഷൻ ആണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ലവിങ് ആണ്. ഇറ്റ് ഈസ് ലവിങ് ആൻഡ് കമ്പാഷനേറ്റ് ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ നമ്മളിൽ ആ നോൺ ഇഞ്ചുറി ആയിട്ടുള്ള ഒരു എനർജിയും നമ്മൾ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ഈ കമ്പാഷനും ലവിങ് കൈൻഡ്നസിനെ ആന്റി ആയിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എനർജി ഒന്നും നമ്മളില്ല എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ഇഞ്ചൂറിയസ്നെസ്, വേദനിപ്പിക്കാനുള്ള പ്രവണത, അതേപോലെ തന്നെ സ്റ്റീലിംഗ് ടെൻഡൻസി, വയലൻസ്, ക്രൂവൽറ്റി, ഇത്തരം കാര്യങ്ങൾ ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ഒക്കെ നമ്മൾ വലിയ ശുദ്ധീകരണം നമ്മൾ പരിശീലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട 2 വേർച്യൂ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലവിങ് കൈൻഡ്നസ് ആൻഡ് നോൺ ഇഞ്ചുറി, ജനറോസിറ്റി ആൻഡ് നോൺ സ്റ്റീലിംഗ്. ഇതിനർത്ഥം മറ്റ് വെർച്യൂസ് ഇതുമായിട്ട് കണക്റ്റഡ് അല്ല എന്നും ഒന്നുമല്ല. മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊരു 1 മന്ത് ആണ് നമ്മൾ ഈ പ്രാക്ടീസ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല. പ്രോഗ്രാമിന്റെ ഷെഡ്യൂള് ഓരോന്ന് എങ്ങനെയാണെന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഈ 2 വെർച്യൂസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആ പ്രാക്ടീസുകളിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങളുടെ മൈക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടോ, ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ എന്നുള്ള കാര്യം കൂടെ പറയാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ, ഓക്കെ സാർ, പ്രയോജനപ്പെട്ടു. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും? ഡൗട്ടൊക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അടിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും. അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. സാറേ, സോൾട്ട് വാട്ടർ ഇല്ലേ, അത് യൂസ് ചെയ്യാനൊക്കെ വാം ആക്കണമെന്നുണ്ടോ? നോർമൽ വെള്ളത്തിലാവാം, പക്ഷെ ഇളം ചൂടുവെള്ളമാണെങ്കിൽ നല്ലത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും പറയാം, ഇത് ചെയ്യാനായിട്ട് പറയാം. ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ പല ആൾക്കാരും ഈ പ്രോഗ്രാം ഇതിന് മുമ്പൊക്കെ പങ്കെടുത്തവരാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിച്ചാൽ ഇത് പറയുകയും ചെയ്യാം.
സാധാരണഗതിയിൽ 10 മണി വരെയുള്ള ക്ലാസ് 10:10 വരെ നീളാറാണ്. ഇത് 10 മിനിറ്റ് മുമ്പേ കഴിഞ്ഞു. സാർ എല്ലാം നല്ല വിശദീകരിച്ചായിരുന്നു പറഞ്ഞത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ വിശദമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ. നന്നായി മനസ്സിലായി. താങ്ക് യു സാർ. നിങ്ങൾ എത്ര പേര് ഒരു ഹീലിംഗ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത്? ഏതായാലും നമുക്കൊരു 5-10 മിനിറ്റ്സ് സമയമുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. അതർവൈസ് നമുക്കൊരു ഹീലിംഗ്. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇന്ന് തന്നെ ആവട്ടെ നമ്മളുടെ ആ പ്യൂരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നാവട്ടെ. ഹീലിങ്ങോട് ഞാൻ നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോറി, മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നാവ് കണക്ട് ചെയ്തിരിക്കുക, പ്രയർ ചെയ്യുക. ടു ദ യൂണിവേഴ്സൽ സുപ്രീം ഗോഡ്, ഡിവൈൻ ഫാദർ, ഡിവൈൻ മദർ, our beloved and most respected teacher, Guru Master to Orthodoxy, Lord Mahaguru Dimini, all the higher beings, all the great ones, we thank you for your blessings, for divine light, wisdom, discernment, divine love, warmness, sweetness, compassion to all, divine power, goodwill, and the will to do good. With the Lord's and lots of gratitude, respect and love, we thank you, thank you, thank you. So all affirmations belong. I am not the body, I am not the emotions, and not the thoughts, not even the mind. I am a spiritual being of divine intelligence, divine love, and divine power. I am connected and one with my higher soul. I am connected and one with the divine spark within me. I am a child of God, connected with God, one with God, one with God. I am that I am. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, പ്രാക്ടീസാണ് സോൾ അഫർമേഷൻ. നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഓഫ് ബോഡി സെൽഫ് എവിഡന്റ് എന്നുള്ള ബുക്കിൽ ഈ സോൾ അഫർമേഷൻ ഉണ്ട്. നിങ്ങൾ ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഹേൽ സ്ലോലി, ഹോൾഡ്, എക്സെയിൽ, ഹോൾഡ്. നിങ്ങൾ ഇൻഹേൽ ചെയ്യുമ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇൻഹേൽ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി നിങ്ങളുടെ അബ്ഡോമിൻ എക്സ്പാൻഡ് ആവുന്നതായിട്ട് കാണാം, ഉദരഭാഗം വികസിക്കുന്നതായിട്ട് കാണാം. ഹോൾഡ് ചെയ്യുക. എക്സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അബ്ഡോമിനൽ ഏരിയ ചുരുങ്ങുന്നതായിട്ട് കാണാം. അഗെയിൻ ഇൻഹേൽ, നിങ്ങളുടെ ഉദരഭാഗം വയറ് വികസിപ്പിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സ്ലൈറ്റ്ലി. ഹോൾഡ്, എക്സെയിൽ, സാവധാനം കോൺട്രാക്ട് ചെയ്തുകൊണ്ട് ചുരുക്കിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ നിങ്ങൾ പ്രാണിക് ബ്രീത്തിങ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓരോ ബ്രീത്തിങ്ങിലും 1 മീറ്റർ 2 മീറ്റർ എന്നുള്ള അളവിൽ നിങ്ങളുടെ ഓറ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക, നിങ്ങളുടെ ഓറ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ എനർജി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട്. ഇൻഹേൽ സ്ലോലി, ഹോൾഡ്, എക്സെയിൽ, ഹോൾഡ്, ഇൻഹേൽ, ഹോൾഡ്, എക്സെയിൽ, ഹോൾഡ്. ബ്രീത്തിങ് ചെയ്തുകൊണ്ടേയിരിക്കുക, പുഞ്ചിരിയോടിരിക്കുക. നിങ്ങൾ നാവ് കണക്ട് ചെയ്യാം, കണക്ട് ഇൻ ടു ദ പാലറ്റ്, കണ്ടിന്യൂ ബ്രീത്തിങ്. നിങ്ങളുടെ ഓറ അനന്തമായിട്ട് എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് പറയാം, യു ആർ ഇൻ ആൻ ഇൻഫിനിറ്റ് ഓഷ്യൻ ഓഫ് പ്രാണ. പ്രാണയുടെ ഒരു അനന്ത സമുദ്രത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ പറയാ, ഐ മീൻ ആൻ ഓഷ്യൻ ഓഫ് എനർജി, ഐ മീൻ ആൻ ഓഷ്യൻ ഓഫ് എനർജി. ശരിക്കും നിങ്ങൾ എനർജിയുടെ വലിയൊരു സമുദ്രത്തിലാണ്. നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഓറ വലിയ അളവിൽ എക്സ്പാൻഡ് ചെയ്യും. മാത്രമല്ല, അത് നമ്മുടെ ചുറ്റിലുള്ള അനന്തമായിട്ട് വ്യാപിച്ചിരിക്കുന്ന എനർജിയായിട്ട് ഒന്നായി ചേരുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എനർജിയുടെ വലിയൊരു ഓഷ്യനിലാണ്. യു ആർ ഇൻ ആൻ ഓഷ്യൻ ഓഫ് എനർജി. സോ ഗ്രാൻഡ് മാസ്റ്റർ പറയും, നിങ്ങൾ ഒരു ഊർജത്തിന്റെ വലിയ സമുദ്രത്തിലാണ് എന്നുള്ള ബോധം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഓറയും ചക്രയും നിങ്ങളുടെ എനർജിയൊക്കെ ഒരുപാട് വർദ്ധിക്കും. എങ്ങനെയാ വർദ്ധിക്കുന്നത്? ഈ ഊർജം വർദ്ധിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ സൗഖ്യപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കും.
സൗഖ്യപ്പെടാനുള്ള കഴിവ് എങ്ങനെ വർദ്ധിക്കും? ശരീരത്തിലുള്ള രോഗാതുരമായ ഊർജത്തെല്ലാം പുറന്തള്ളും. അതേപോലെ നെഗറ്റീവ് ഇമോഷൻസിനെല്ലാം പുറന്തള്ളും. നിഷേധാത്മകമായ വികാരങ്ങളെ പുറന്തള്ളും. നെഗറ്റീവ് തോട്ട്സ്, നിഷേധാത്മകമായ ചിന്തകളെ ശരീരം പുറന്തള്ളും. അതേപോലെ നമ്മളുള്ള വൈകല്യങ്ങൾ, നമ്മളുള്ള സ്വഭാവ വൈകല്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ ഊർജ സാന്നിധ്യങ്ങളെയും ബോഡി കൂടുതൽ പുറന്തള്ളുകയും, അല്ലെങ്കിൽ ഉയർന്ന ബോധം വരുന്ന സമയത്ത് ബോഡി ഇതൊക്കെ നെഗറ്റീവ് ആണ് എന്ന് ബോഡി ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ ബോഡിക്ക് അത് നെഗറ്റീവ് ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി, ബോഡിയുടെ സിസ്റ്റമാണ് അതിനെ പുറന്തള്ളുക എന്നുള്ളത്. നമ്മൾ വീട്ടിലൊരു സാധനം ഉപയോഗശൂന്യമാണ്, ഇത് നല്ലതല്ല എന്ന് കണ്ട ഉടനെ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കളയും, അതിനെടുത്ത് കളയും. ഇതേപോലെ നമ്മുടെ ബോധം നമ്മളുള്ള ഈ വൈകല്യങ്ങളെയൊക്കെ, നമ്മളുള്ള ഡേറ്റി ഡിസീസ് എനർജീസിനെയൊക്കെ പുറന്തള്ളും. സോ നിങ്ങൾ നിങ്ങളുടെ ശരീരാവസ്ഥകൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ ഓറയും ചക്രയും ശരീരം മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പറയാം, ഐ റിലീസ് all used up energies, all dirty diseased energies into the ocean of energy. ഈ ഊർജത്തിന്റെ സമുദ്രത്തിലേക്ക് ഞാൻ എന്നിലുള്ള എല്ലാ രോഗാതുരമായ ഊർജവും, അതേപോലെ തന്നെ ഉപയോഗശൂന്യമായ ഊർജവും വൃത്തിഹീനമായ ഊർജവും എല്ലാം റിലീസ് ചെയ്യുന്നു പറയാം. നിങ്ങൾ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് സങ്കല്പിക്കുക, നിങ്ങളുടെ ക്രൗൺ ചക്ര ബ്രൈറ്റ് ആവുന്നു, ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങളുടെ ബ്രെയിൻ ബ്രൈറ്റ് ആവുന്നു, ഹെഡ് ഏരിയ ബ്രൈറ്റ് ആവുന്നു, ഫോർഹെഡ് ചക്രയും ആജന ചക്രയും ബ്രൈറ്റ് ആവുന്നു, കണ്ണുകൾ പ്രകാശിക്കുന്നു, അതേപോലെ നിങ്ങളുടെ ഹെഡ് ഏരിയ മുഴുവനും പ്രകാശിക്കുന്നു, നിങ്ങളുടെ ത്രോട്ട് ചക്ര പ്രകാശിക്കുന്നു, ത്രോട്ട് മൈനർ ചക്ര, ജോ മൈനർ ചക്ര, നിങ്ങളുടെ നെക്കും ത്രോട്ടും പ്രകാശിക്കുന്നു, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹാർട്ട് ചക്ര പ്രകാശിക്കുന്നു, നിങ്ങളുടെ ലങ്സ് പ്രകാശിക്കുന്നു, നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കുന്നു, നിങ്ങളുടെ ചെസ്റ്റ് പ്രകാശിക്കുന്നു, നിങ്ങളുടെ ബ്രസ്റ്റ് പ്രകാശിക്കുന്നു, ഫ്രണ്ട് ആൻഡ് ബാക്ക് സോളാർ പ്ലക്സസ് ചക്ര പ്രകാശിക്കുന്നു, നിങ്ങളുടെ കരളും ആമാശയവും പ്രകാശിക്കുന്നു, ഡയഫ്രം പ്രകാശിക്കുന്നു, പാൻക്രിയാസ് പ്രകാശിക്കുന്നു, നിങ്ങളുടെ നാഭീചക്ര പ്രകാശിക്കുന്നു, ഇൻഡസ്റ്റൈൻസ്, നിങ്ങളുടെ സ്റ്റൊമക്, നിങ്ങളുടെ മെൻമെയിൻ ചക്ര പ്രകാശിക്കുന്നു, വൃക്കകൾ പ്രകാശിക്കുന്നു, സ്പ്ലീൻ ചക്രയും ഫിസിക്കൽ സ്പ്ലീൻ പ്രകാശിക്കുന്നു, സെക്സ് ചക്ര, സെക്സ് ഓർഗൻസ്, യൂറിനറി ബ്ലാഡർ, നിങ്ങളുടെ ബേസിക് ചക്ര പ്രകാശിക്കുന്നു, നട്ടല് പ്രകാശിക്കുന്നു, നിങ്ങളുടെ ട്രങ്ക് ഏരിയ മുഴുവൻ പ്രകാശിക്കുന്നു, കൈകളും കാലുകളും പ്രകാശിക്കുന്നു, എല്ലാ മൈനർ ചക്രകളും, കാലുകളിലെ മൈനർ ചക്രകളെല്ലാം പ്രകാശിക്കുന്നു. നിങ്ങൾ സങ്കല്പിക്കൂ, നിങ്ങളുടെ ബോഡിക്കകത്തും പുറത്തും ഈ പ്രകാശം നിറഞ്ഞു, നിങ്ങളുടെ ബോഡി പ്രകാശമയമായതായിട്ട് സങ്കല്പിക്കൂ, പ്രകാശമയമായതായിട്ട് സങ്കല്പിക്കൂ, പ്രകാശപൂരിതമായിരിക്കും. ഇപ്പൊ പ്രകാശമുള്ളിടത്ത് എവിടെയും മാലിന്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു, മാലിന്യങ്ങളൊക്കെ ഊർജ തലത്തിലാണ് നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ ഡേറ്റി ഡിസീസ്ഡ് എനർജീസ്, നെഗറ്റീവ് എനർജീസ് എല്ലാം ഇൻ ജനറൽ അതിന് പ്രകാശം ഉണ്ടാവില്ല, അത് ഡിം ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് പരിശോധിക്കൂ, നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും പ്രകാശം ഇല്ലാത്ത സ്ഥലം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കൂ, ബോഡി മുഴുവനും പ്രകാശം നിറഞ്ഞിരിക്കുന്നത്, ഫിൽഡ് വിത്ത് ലൈറ്റ് ആൻഡ് ഫുൾ ഓഫ് ലൈറ്റ്. നിങ്ങളുടെ ശരീരം പ്രകാശപൂരിതമായിരിക്കും. നിങ്ങളുടെ സ്കാൾപ്പിലെ ഓരോ രോമകൂപങ്ങളും ഓരോ മുടിനാരിഴകളും പ്രകാശിക്കുന്നതായിട്ട് കാണും. ബ്ലഡിലെ ഓരോ കോശങ്ങളും ബ്ലഡ് പ്രകാശിക്കുന്നു, എല്ലാ സന്ധികളും പ്രകാശിക്കുന്നു. സോ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ ഭാഗം എല്ലാം പ്രകാശിക്കുന്നതായിട്ട് കാണാം. നമ്മളൊരു പ്രാർത്ഥന, ഒരു ഡിവൈൻ ഹീലിംഗിനായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലുക. ഈശ്വരൻ സർവശക്തനാണ്, ഈശ്വരൻ കരുണാമയനാണ്, ഈശ്വരൻ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു, വിശ്വാസപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ഗോഡ് ഈസ് ഓൾ മൈറ്റി, ഗോഡ് ഈസ് ഓൾ മെർസിഫുൾ, God is healing us with thanks and in full faith. ആ ദിവ്യ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ പ്രകാശം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ദൈവിക സൗഖ്യത്തിന് അവിടെ പ്രവർത്തിക്കാൻ, നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. സർവശക്തന്റെ അനുഗ്രഹത്താൽ, ഗുരു മാസ്റ്റർ ചൊവാക്കോക്സിന്റെ അനുഗ്രഹത്താൽ, സർവശക്തന്റെ കാരുണ്യത്താൽ, ഗുരു മാസ്റ്റർ ചൊവാക്കോക്സിയുടെ കാരുണ്യത്താൽ നിങ്ങളുടെ ശരീരം ശുദ്ധീകരണ പ്രകാശത്താൽ നിറഞ്ഞ്, സൗഖ്യദായക പ്രകാശത്താൽ നിറഞ്ഞ്, ശുദ്ധീകരിക്കപ്പെട്ട്, ഊർജവൽക്കരിക്കപ്പെട്ട്, സൗഖ്യപ്പെട്ടിരിക്കുന്നു. സർവശക്തന്റെ നാമത്തിൽ, ഗുരു മാസ്റ്റർ ചൊവാക്കോക്സിയുടെ നാമത്തിൽ, യു ആർ ഹീൽഡ്, യു ആർ ഹീൽഡ്. നിങ്ങൾ പറയാ, ഐ ദ സോൾ ഇൻക്ലൂഡിങ് മൈ ബോഡി ആക്സെപ്റ്റ് all the healing right now, physically, etherically, emotionally, mentally, and spiritually. Say, so be it. So be it. So be it.
വീണ്ടും നിങ്ങൾ പറയാ, ഐ മീൻ ആൻ ഓഷ്യൻ ഓഫ് ലൈറ്റ്, ഐ മീൻ ആൻ ഓഷ്യൻ ഓഫ് ലൈറ്റ്, ഐ മീൻ ആൻ ഓഷ്യൻ ഓഫ് പ്യൂരിഫൈങ് ലൈറ്റ്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ വലിയ അളവിൽ ഊർജം വർദ്ധിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. അത് വൈകാരിക തലത്തിലും മാനസിക തലത്തിലെല്ലാം സംഭവിക്കും. സോ നമ്മുടെ വൈകാരിക ബോധം വർദ്ധിക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് ഇമോഷൻസിന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ബോധം ഇതിനെ നെഗറ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അതിനെ പുറന്തള്ളാൻ തുടങ്ങും. സോ നിങ്ങൾ പറയാം, ഐ ആം ദാറ്റ് ഐ ആം നോട്ട് ദ ബോഡി, നോട്ട് ദ ഇമോഷൻ ആൻഡ് നോട്ട് ദ തോട്ട്, ഐ ആം ദ സോൾ, ഐ ആം ദ സോൾ. I the soul, I am connected and one with my higher soul. I the soul, I am connected and one with the divine spark within me. I am a child of God. I am connected with God, one with God, one with all. With the help and blessings of Supreme God, with the help and blessings of my higher soul, all the great ones, I release all negative emotions. നിങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സോളാർ പ്ലസ് ചക്രയിൽ ശ്രദ്ധിക്കുക. And you may say, I release all anger, energy of anger. ദേഷ്യത്തിന്റെ എല്ലാ ടെൻഡൻസീസും ഞാനിത് റിലീസ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യു മേ സേ, ലോർഡ് ഗോഡ്, താങ്ക് യു ഫോർ ഡിസിൻറ്റഗ്രേറ്റിംഗ് the energy of anger within my auras and chakras or within my system. I release all hatred, energy of hatred. I release all stress energy. Jealousy, asuyed energy. I release all anxiety. I release all grief, all sadness, disappointment. I release all past painful experiences. എന്നുള്ള എല്ലാ വേദനാജനകമായ അനുഭവങ്ങളുടെ എനർജി ഞാൻ റിലീസ് ചെയ്യും. ഇതെല്ലാം ഇമോഷൻസ് ആണ്. നമുക്ക് മുമ്പ് വേദന ഉണ്ടായിട്ടുള്ളത് നമ്മൾ ആ ഇമോഷൻ ഇപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുന്നൊക്കെ. നിങ്ങൾ പറയാം, ലോർഡ് ഗോഡ്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ടു റിലീസ്. നിങ്ങൾക്ക് വീണ്ടും ടീച്ചറോട് പ്രാർത്ഥിക്കാം. അവർ beloved teacher, Guru Master Chowakoksi, we invoke for your mercy, for healing us emotionally. Thank you for purifying. Thank you for healing our past. Thank you for freeing us from all our past painful experiences. ഞങ്ങളുടെ വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്നൊക്കെ, ഞങ്ങളുടെ പാസ്റ്റിൽ നിന്നൊക്കെ ഞങ്ങളെ ശുദ്ധീകരിച്ചതിന് നന്ദി പറയും. And you may say, thank you for healing our past. ഞങ്ങളുടെ നെഗറ്റീവ് പാസ്റ്റ് സൗഖ്യപ്പെടുത്തിയതിന് നന്ദി പറയും. നിങ്ങൾ പറയാം, with the help and blessings of Supreme God, I release all past negative perceptions, past negative registrations, experiences and memories, past negative memories. Thank you for disintegrating my inability to forgive others. മറ്റുള്ള ആളുകളോട് ക്ഷമിക്കാനുള്ള എന്നുള്ള കഴിവില്ലായ്മ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് എന്നെ അതിൽ നിന്നും മോചിപ്പിച്ചതിന് നന്ദി പറയും. I release. And you may also invoke for the blessings for helping us to release all negative thoughts. I release all the tendencies to criticize others verbally, mentally, and I release all the inability to forgive others. I release all negative thoughts about my health. I release all negative thoughts about my age. I release all negative thoughts about my well-being, especially our physical, emotional or psychological or mental well-being. I release all negative thoughts about my finance or my prosperity, my financial condition or financial well-being or prosperity. I release all such negative thoughts. Lord God, thank you for helping me to release. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചത് ഓർക്കുക. നമ്മുടെ സമാധാനത്തെക്കുറിച്ചോ വരും കാലങ്ങളിലുള്ള
നമ്മളുടെ നല്ല മാനസിക വൈകാരിക ആരോഗ്യത്തെക്കുറിച്ചോ സമാധാനത്തെയും ശാന്തിയെയും കുറിച്ചോ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചൊക്കെയുള്ള നെഗറ്റീവായുള്ള ചിന്തകൾ നമ്മൾ പറയാം I invoke for the blessings of my teacher, blessings of all the great ones, and with the help and blessings of my higher soul, let all such thoughts, all such negative thoughts be disintegrated and expelled from my system. Thank you for helping me to release. I invoke for the blessings of my teacher. I invoke for the mercy of my teacher. With the help and blessings of the Supreme God, with the help and blessings of my teacher, with the mercy of my teacher, thank you for blessing us with the divine light, wisdom, and discernment. Thank you for blessing us with the divine love, with the warmness, sweetness, and compassion to all. Thank you for blessing us with the divine power, with the goodwill and the will to do. We thank you in full faith. Thank you. Thank you for blessing us with the virtue of honesty and non-lying. Thank you for blessing us with accurate inner perception, correct expression. Thank you for blessing us with loving kindness and non-injury towards oneself and others. Thank you for blessing us with the patience, tolerance, and the ability to accept people as they are. Thank you for blessing us with loving kindness, compassion, non-violence, not just in action, but also in thoughts and in words. Thank you for helping us to master this virtue of loving kindness and non-injury, that what comes out of our mind and our mouth must be kind and wholesome, with deep gratitude and in full faith. Thank you for blessing us with loving kindness and non-injury in our thoughts, our words, our emotions, and in our actions. Thank you for blessing us with the virtue of generosity and non-stealing. Thank you for blessing us with a kind, generous heart that we may give and share to those in need. Thank you also for blessing our life with abundance, wealth, and riches, with thanks and in full faith. Thank you for the blessings of material and financial prosperity, abundance, and success. We thank you in full faith. With lots and lots of gratitude, respect, and love, we thank you. എല്ലാ കൈകൾ ബ്ലെസ്സിംഗ് ബോക്സിൽ വെക്കാം. ഇന്ത്യ നിങ്ങൾ മുന്നിലായിട്ട് കാണാം. നമുക്ക് ബ്ലെസ്സിംഗ് പ്രയർ ചെയ്യാം. From the point of light within the mind of God, let light stream forth into the minds of all Indians. Let light descend throughout India. From the point of love within the heart of God, let love stream forth into the hearts of all Indians. Let divine love descend throughout India. From the center where the will of God is known, let purpose guide the wills of all Indians. Let goodwill and the will to do good descend throughout India. Let divine light, divine love, and divine power descend throughout India. India be blessed with peace, harmony, progress, spirituality, and divine protection. So be it. God bless India with thanks and in full faith. So be it. From the point of light within the mind of God, let light stream forth into the minds of all Indians. Let light descend throughout India. From the point of love within the heart of God, let love stream forth into the hearts of all Indians. Let love descend throughout India. From the center where the will of God is known, let good divine the purpose guide the wills of all Indians. Let goodwill and the will to do good descend throughout India. Let India be blessed with divine light, divine love, and divine power. India be blessed with peace, with prosperity, with abundance, with harmony,
and with spirituality. God bless India with thanks and in full faith. So be it. From the point of light within the mind of God, let light stream forth in the minds of all Indians. Let light descend throughout India. From the point of love within the heart of God, let love stream forth through the hearts of all Indians. Let divine love descend throughout India. From the center where the will of God is known, let purpose guide the wills of all Indians. Let goodwill and the will to do good descend throughout India. Let light, love, and power descend throughout India. India be blessed with peace, harmony, progress, prosperity, and spirituality. God bless India with thanks and in full faith. So be it. So be it. So be it. നിങ്ങൾ റൂട്ടിങ് ചെയ്യുക. നിങ്ങളുടെ കാൽപാദങ്ങൾക്കടിയിൽ നിന്ന് നട്ടലിന്റെ കീഴ്ഭാഗത്ത് നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. ഭൂമി മാതാവ് സൗഖ്യപ്പെടട്ടെ, പുനരുജനിക്കട്ടെ, പുനരുജ്ജീവിക്കട്ടെ. ശുദ്ധമായ ജലത്തിനാൽ, വായുവിനാൽ, മണ്ണിനാൽ ഭൂമി മാതാവ് അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹങ്ങൾ ഭൂമി മാതാവിനോടൊപ്പം ഉണ്ടാകട്ടെ. To the Supreme God, we thank you for your blessings. Our beloved teacher, Guru Master Choafoxy, we thank you. Lord Mahaguruji Medi, we thank you. All the higher beings, all the great ones, we thank you for your priceless blessings. Thank you. With gratitude, respect and love, we thank you. Thank you. So, thank you very much. Adna Namaste. So, 2-3 പ്രാക്ടീസുകൾ നമുക്ക് പ്രാധാന്യം കൊടുക്കാനുള്ളതൊന്ന് സോൾട്ട് വാട്ടർ ബാത്ത്, പ്രാണി ബ്രീത്തിങ്. Then definitely great invocation വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലരും ഇപ്പോൾ ബ്ലസ് ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ റെഗുലർ മെഡിറ്റേഷൻ വിത്ത് ഇൻഹാർട്സ്, നിങ്ങൾക്ക് ഓൺലൈനിൽ ജോയിൻ ചെയ്യാൻ മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 7:30 ഓൺലൈനിൽ സൂമിൽ മെഡിറ്റേഷൻ വിത്ത് ഇൻഹാർട്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. അതേപോലെ സോൾ അഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു. ആത്മാ നമസ്തേ. Good night. Atma Namaste. Thank you, Biju sir. ഞാൻ വീഡിയോ ഓൺ ചെയ്യാനുള്ള പൊസിഷനിലല്ല. Not in a position to on the video. So on behalf of Cochin Foundation, thank you, Biju sir. Thank you very much. And all the participants, thank you for your presence. We will continue. Next group അറിയിക്കുന്നതായിരിക്കും. So see you in the next purification program. Thank you all. Thank you, sir. Thank you, sir. Namaste. Thank you, sir. Thank you, sir.